ഗുജറാത്തിലെ ഈ സ്ഥലത്ത് ജൂൺ 21 എന്നൊരു ദിവസം നിങ്ങൾ എത്തുകയാണെങ്കിൽ തലകുത്തി നോക്കിയാലും നിങ്ങളുടെ നിഴൽ നിലത്ത് പതിക്കില്ല. 1000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് പണിഞ്ഞ മോധര സൂര്യക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം നടക്കുന്നത് മന്ത്രമോ മായയോ അല്ല, മറിച്ച് ശുദ്ധമായ ശാസ്ത്രം കൊണ്ടാണ്. മോധര സൂര്യക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ കർക്കിടകരേഖയ്ക്ക് വളരെ അടുത്താണ്. നമ്മൾ എല്ലാവരും കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, അതായത് 23.5 ഡിഗ്രി ചരിവിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ജൂൺ 21 സൂര്യൻ കൃത്യമായി ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഉച്ചിയിലെത്തും. ഈ പ്രതിഭാസത്തെ സമ്മർ സോൾസ്റ്റിസ് എന്നാണ് പറയുന്നത്. സൂര്യന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്തൂടെ പോകുന്ന ഒരു സ്ഥലത്തും നിഴൽ വീഴുകയില്ല. അതാണ് മോധര സൂര്യക്ഷേത്രത്തിൽ നിഴൽ വീഴാത്തതിന്റെ ഗുട്ടൻസ്. 1000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സാറ്റലൈറ്റുകളോ നാസയോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടേക്ക് പതിയുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഗ്രാഹ്യമുണ്ടാകുക, അതനുസരിച്ച് ആ ദിശയിൽ ഒരു അമ്പലം പണിയുക, അത് നിസ്സാരമല്ല. നമ്മുടെ പൂർവികരെ സമ്മതിച്ചേ മതിയാവും. ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. വാസ്തുക്കളുടെ കാര്യത്തിലും മോധര ഒരു ഒന്നൊന്നര ഉദാഹരണമാണ്. ചാലൂക്യ സാമ്രാജ്യത്തിന്റെ പ്രത്യേകതയായ മാരു ഗുർജറ ശൈലിയിൽ പണിഞ്ഞ ഈ ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ അഴകളവുകൾ അത് പറഞ്ഞേ മതിയാകും. എത്രമാത്രം സങ്കീർണമായ കൊത്തുപണികളാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. സഭാമണ്ഡപവും ഗൂഢമണ്ഡപവും ഒരേ കെട്ടിടത്തിന്റെ ഭാഗമായി വരുന്ന സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവ 2 കെട്ടിടങ്ങളായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. മുന്നിൽ അതിമനോഹരമായ സൂര്യകുണ്ട് എന്ന പേരിലുള്ള കുളവും. ഇനി ഇവിടെ എങ്ങനെ എത്തിപ്പെടാമെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിൽ നിന്ന് റാണി കി വാവും മോധര ടെമ്പിളും ഒരു ഡേ ട്രിപ്പായിട്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഒരു സ്കൂട്ടറോ കാറോ എടുത്ത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ധാരാളം കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നാഷണൽ ഹൈവേ ആണത്.